ഇന്ത്യയും മാലദ്വീപും സാമ്പത്തിക രംഗത്തും അഴിമതി പ്രതിരോധ രംഗത്തും ചേർന്ന് പ്രവർത്തിക്കും. കാലാവസ്ഥാ വിജ്ഞാനം, സോളാർ എനർജി തുടങ്ങിയ രംഗങ്ങളിലും സഹകരണം സാധ്യമാക്കാനും ധാരണയായി. ഭാരതം സന്ദർശിക്കുന്ന മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി. പോലീസ് പരിശീലന രംഗത്തെ സഹകരണത്തിനും അഴിമതി പ്രതിരോധിക്കുന്നതിനും മാലദ്വീപും ഭാരതവും തമ്മിൽ കരാർ ഒപ്പുവച്ചു. നീതിന്യായ രംഗത്ത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ധാരണയായി. ഭാരതവും മാലദ്വീപും തമ്മിലുള്ള ബന്ധം ചരിത്ര പ്രാധാന്യമുള്ളതെന്ന് ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മാലദ്വീപിനെ UPA റൂപേ കാർഡ് നെറ്റ്വർക്ക് വഴി ബന്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. हम साथ मिलकर काम करेंगे. फ्रेंड्स, भारत और मालदीव को UPI से भी जोड़ने के लिए काम किया जाएगा. मालदीव का नया कंसुलेट खोलने पर भी हमने बात की है. ഭാരതത്തിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച 700 സാമൂഹ്യ ഗൃഹനിർമ്മാണ പദ്ധതികളുടെയും 3000-ലധികം പേർക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള വികസന പദ്ധതിയും മാലദ്വീപിനു വേണ്ടി നടപ്പാക്കി. സമുദ്ര ഗവേഷണത്തിലും നാവിക സുരക്ഷയിലും ഇരു രാജ്യങ്ങളും സഹകരിക്കും. പാരമ്പര്യേതര ഊർജ്ജ രംഗത്തും സഹകരണം ശക്തമാക്കും. സ്വന്തം നാണയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യബന്ധം നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മാലദ്വീപിന്റെ ഏറ്റവും വലിയ ടൂറിസം വിപണിയാണ്. ടൂറിസം വികസനത്തിന് കൂടുതൽ സാധ്യതകൾ തുറക്കാൻ നടപടിയുണ്ടാകുമെന്ന് മുഹമ്മദ് മുയ്സുവും വ്യക്തമാക്കി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് മുഹമ്മദ് മുയ്സു ഭാരതത്തിലെത്തിയത്. വിദേശകാര്യമന്ത്രി, രാഷ്ട്രപതി എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.